അപ്പോൾ ഗൈസ് നമ്മളൊരു പ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ ഈ അടി ഫുള്ളായിട്ട് കവറായി വരും. അപ്പോൾ നമുക്ക് അടി കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് വരുന്നത് സെറ്റപ്പ്. അതായത് ഈ അടി ഫുള്ള് കവർ ചെയ്യും. ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മേളിൽ കയറും. പിന്നെ ഇവിടുത്തെ 2 ബോൾട്ടിനെ ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗ്യാപ്പ് ഏകദേശം മാറി കിട്ടും. ഹലോ വാട്ട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രാമിൽ നമ്മൾ ഇതുണ്ടല്ലോ, ഈ മഡ് ഗാർഡ്, അത് ഈ ടെയിലും ഇതെല്ലാം ഇളക്കി മാറ്റിയിട്ട് നമ്പർ പ്ലേറ്റ് ഇതിൻ്റെ അടിയിൽ നേരെ വരും. അപ്പോൾ ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ സെറ്റായിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് അടിയിലൊരു പീസ് വയ്ക്കുകയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ വയ്ക്കുക. അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ ബാക്ക് ടെയിൽ ഇളക്കിയിട്ടുണ്ട്. എന്താ ഇത് ടെയിൽ ഇളക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വയേഴ്സൊക്കെ ഇതിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നൂരണം, അത്രേ ഉള്ളൂ. ഇനി ബാക്കി മൂടായിരിക്കും. ഗൈസ് ഫൈനലി നമ്മൾ ടെയിൽ ഊരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇവിടെ നമ്പർ പ്ലേറ്റ് വരും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ശരി പണിപ്പെട്ട് ഊരാൻ കുഴപ്പമില്ല. ഈ സാരി കാർഡ് വേണത്, സാരി കാർഡ് കറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ ഈ സംഭവം ഇത് രണ്ടും കൂടെ അറ്റാച്ച് ആയിട്ടാണ് വന്നത്. രണ്ടും അത് അവിടെ ഒരു മറ്റേ വാഷറല്ല. അവിടെ നീ വാഷറിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടാൽ മതി. അത് തന്നെ, അത് വാഷറിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അതൊന്നും അങ്ങനെയാണെങ്കിൽ വെക്കാം. ഓക്കെ നോക്കട്ടെ ഗൈസ്. നമ്മളിവിടെ നിന്ന് സാരി കടക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു വാഷറൊക്കെ ഇട്ട് ടൈറ്റ് വെച്ചിട്ടുണ്ട്. അത് മറ്റേത് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വാഷറിട്ടാൽ ഇതിങ്ങനെ മാത്രമായിട്ട് കിട്ടും. അവന് വേണമെങ്കിൽ പിന്നെ ഫിറ്റ് ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ സെറ്റപ്പാണിത്. ബാക്ക് വന്നു ഇത്രയും പ്രതീക്ഷ ബാക്കിൽ ഇത്രയും ലുക്ക് വരുമെന്ന്. ഇവൻ മുമ്പ് എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവന് എനിക്ക് ഹിമാലയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു അത്. അത് വേറെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെനിക്ക് ആദർശ്. അവൻ നമ്മുടെ സീനിയർ ആയിരുന്നു. അവനും വെച്ചിട്ടുണ്ടായിരുന്നു. അവനാണ് ആദ്യം വെച്ചത്. അവ അല്ല ആദ്യം വെച്ച വേറൊരു പയ്യനാണ്. പച്ച. പക്ഷെ ഞാൻ റോഡിൽ കണ്ടത് പിന്നെ ഗൈസ് നമ്മളൊരു പ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ ഈ അടി ഫുള്ളായിട്ട് കവറായി വരും. അപ്പോൾ നമുക്ക് അടി കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് വരുന്നത് സെറ്റപ്പ്. അതായത് ഈ അടി ഫുള്ള് കവർ ചെയ്യും. ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മേളിൽ കയറും. പിന്നെ ഇവിടുത്തെ 2 ബോൾട്ടിനെ ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗ്യാപ്പ് ഏകദേശം മാറി കിട്ടും. എന്നിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഏകദേശം സെറ്റാണ്. പിന്നെ ഈ ചെളി കയറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇവിടെയും കൂടെ ഒരു ജോയിൻറ്റ് വന്നിരുന്നെങ്കിൽ ഇത് ചേർന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നതാണ്. പക്ഷേ ഇത് മതി, ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ ഇതിന്. ഓക്കെ, ഇപ്പോൾ ഇത് അടഞ്ഞു വന്നു. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യണം. അത് പയ്യൻ ഇപ്പോൾ ഇല്ല. പയ്യൻ വന്ന ഉടൻ നമുക്ക് ചോദിച്ചിട്ട് ഇത് നമുക്ക് ഇതിൽ കൂടെ വെച്ച് തന്നെ വെൽഡ് ചെയ്ത് വെക്കണോ അല്ലാതെ ചെയ്യണോ എന്ന് ചോദിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവ ഇത് മാത്രം വെച്ച് നടക്കുന്ന ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇൻ കേസ് അവന് ഊരണം തോന്നുകയാണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ. അല്ലാതെ ഇതിൽ കൂടെ വെച്ച് വെൽഡ് ചെയ്ത് വെച്ചാൽ സെറ്റോടെ തന്നെ ഇരിക്കും. നമ്പർ പ്ലേറ്റ് ഊരിയിട്ട് ഓട്ടിക്കുമെങ്കിൽ ഇതായിരിക്കും ബെറ്റർ. ചില ഓഫ് റോഡ് കയറുമ്പം നമ്പർ പ്ലേറ്റൊക്കെ ഒരു ചെറിയ ബാധ്യതയായിട്ട് തോന്നാം. അപ്പോൾ
ഇളക്കി മാറ്റാനും ചാൻസ് ഉണ്ട്. അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിട്ട് പെയിൻറ്റ് വാങ്ങാൻ പോയിരിക്കുകയാണ്. അവൻ വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, അടിയിൽ വെച്ചിരിക്കുന്ന പീസ് വന്നിട്ട് പക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അത് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് തരും. അതുകൊണ്ട് ഈ നമ്പർ പ്ലേറ്റൊക്കെ വയ്ക്കാനൊക്കെ ഈസി ആയിരുന്നു. നമ്പർ പ്ലേറ്റ് വയ്ക്കാൻ മാത്രമേ ഈസി ആയിരുന്നുള്ളൂ, ഇൻഡിക്കേറ്ററിന് കണക്ഷൻ കൊടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൽ വയ്ക്കുമ്പം അതിൻ്റെ സൈഡ് പീസിൽ, അതായത് ഈ ഭാഗത്ത് വന്നിട്ട് ആണ് നമുക്ക് ബോൾട്ട് വരുന്നത്. പക്ഷേ ഇത് ഇപ്പുറത്തോട്ടാണ് ഒരു അലൻകി ബോൾട്ട് വെച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഹിമാലയൻ്റെ നമ്പർ പ്ലേറ്റിൽ ഇൻഡിക്കേറ്ററൊക്കെ എങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ ആ ചെറിയൊരു ഹോളിലാണ് നമ്മൾ അലൻകി ബോൾട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡിക്കേറ്റർ. അപ്പോൾ അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എടാ നീ ഒന്ന് 4 ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടാ. 4 ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടേ. കണ്ട, ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെല്ലൊക്കെ കൊണ്ട് എന്നെ വിളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.